വർദ്ധിക്കുന്നതിൽ സംസ്ഥാനത്ത് ആശങ്ക ഉയരുകയാണ്. ഇന്നലെ മാത്രം 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എലിപ്പനി, അമീബിക് മസ്തിഷ്ക ജ്വരം, ഇൻഫ്ലുവൻസ എന്നിവ ബാധിച്ചാണ് ഇന്നലെ 3 പേർ മരിച്ചത്. 95 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് എലിപ്പനിയും 8 പേർക്ക് ഷിഗല്ലയും സ്ഥിരീകരിച്ചു. ഹരിമോഹൻ ചേരുന്നു. ഹരിമോഹൻ, പലതരം ഒരു ഹരിമോഹനും ചേരണ്ട പ്ലീസ്. ഹരിമോഹൻ മിണ്ടാതിരിക്കുക. നമുക്കൊരു കുറച്ച് കാര്യം പറയണ്ട സുഹൃത്തുക്കളെ. പനി ബാധിച്ച് നമ്മുടെ കേരളത്തിൽ മരിക്കുന്നു. എനിക്ക് തോന്നുന്നത്, എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ, നോ പ്രോബ്സ്. പിണറായി വിജയന്റെ ഒരു 10 വർഷത്തെ ഭരണകാലത്തിൽ ഈ പനി ബാധിച്ച് മരിക്കുക എന്ന് പറയുന്നത് ദാറ്റ് വാസ് സോ റെയർ. ഐ തിങ്ക് ദാറ്റ് വാസ് സോ റെയർ. ഭയങ്കര റെയർ ആയിട്ടുള്ള കാര്യമായിരുന്നു. പനി ബാധിച്ചു മരിക്കുന്നു. ഒരു പനി ബാധിച്ച് മരിക്കുക, ഈ പകർച്ചവ്യാധികൾ എന്താ പറയുക ബാധിച്ച് മരിക്കുക എന്നൊക്കെ പറയുമെങ്കിൽ അത് 100% ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മ കൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ പനിയൊക്കെ പിടിക്കുന്നതിന് എന്ത് ചെയ്യാനായി? സുഹൃത്തുക്കളെ, ഒരു പകർച്ചവ്യാധി ഉണ്ടാവണമെങ്കിൽ ആ പരിസരം ശുചിയാക്കി വെച്ചിട്ടില്ല മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് എന്നർത്ഥം. ഇനി നിങ്ങൾ അതിന്റെ വ്യാഖ്യാനങ്ങൾ ചമ്മിച്ച് വരല്ലേ. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും. കാരണം ഇവിടെ പനി ബാധിച്ച് ഒരു കൂട്ടം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മളെ കൂടുതൽ കുടിപ്പിക്കാം എന്നാണ് ആരോഗ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, കേട്ടോക്ക്. ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ മയക്കുമരുന്ന് അതുപോലെയല്ല. മയക്കുമരുന്ന് ഒരിക്കൽ അതിന്റെ അകത്ത് പെട്ടുപോയാൽ പിന്നെ മോചനമില്ല. പ്രത്യേകിച്ച് യങ് ജനറേഷനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മദ്യത്തിന്റെ കാര്യത്തിൽ അതിപ്പോഴും ഉപയോഗിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരണം. അതിനാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച് വന്നു. പക്ഷെ എന്തൊരു നുണന്ന് ആലോചിക്ക്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളൊന്നും കുറഞ്ഞിട്ടില്ല എന്റെ സുഹൃത്തുക്കളെ. അതൊക്കെ 10-700 ഉണ്ടായിരുന്നു അന്ന്. എന്തായാലും കേൾക്കാം. ഇത് ഇഷ്ടം പോലെ കൊടുത്തതിന്റെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്തിനാ കൊടുക്കുന്നതിനാ. അല്ലാതെ ഈ സ്ഥിരം കുടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, എന്തായാലും കുടിക്കും. ഇപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കുടിച്ച് എന്താ പറയേണ്ടത്, ദുരന്തം ഉണ്ടാക്കും. അപ്പൊ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്ന അതിന്റെ ഇമ്പാക്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ കേരളത്തിന് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയായിട്ടൊക്കെ വരേണ്ടത്. വീര്യം കുറഞ്ഞ മദ്യം കുറച്ച് ഇമ്പാക്ട് കുറയും. എന്തോന്ന് ഇമ്പാക്ട്? വീര്യം കുറഞ്ഞ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട വീര്യം എത്രയാണോ അത്രയ്ക്ക് അധികം അവരത് കുടിക്കും. ഒരു കുപ്പി കൊണ്ട് വീര്യം തീരുന്നില്ലെങ്കിൽ അവർ 2 കുപ്പി വാങ്ങിക്കും. അതായത് ഗവൺമെന്റിന് ലാഭം. അപ്പൊ ഗവൺമെന്റിന് ഇങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കൂ. മുമ്പ് സർക്കാർ ഈ ബിവറേജ് കോർപ്പറേഷൻ കൊണ്ടുവന്നത് ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത ആളായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹമാണ് ഈ ബിവറേജ് കോർപ്പറേഷൻ അദ്ദേഹത്തിന്റെ കാലത്ത് കൊണ്ടുവന്നത്. എന്താ കാരണം? അന്ന് ഈ കുടിയന്മാരെന്തായാലും സമൂഹത്തിൽ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് കുടിക്കുമ്പോ നല്ല, ശരി ആയിക്കോട്ടെ, കുടിക്കുമ്പോൾ നല്ലത് കിട്ടുക എന്നതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ബീവറേജസ് കൊണ്ടുവന്നത്. ഇനി ഈ ഒരു സംഗതി കേൾക്കുമ്പോഴേ ആളുകൾക്ക് തോന്നും, പിണറായിനെ ചെറുതായിട്ടും തോണ്ടിയിട്ട് പോയിട്ടുണ്ടല്ലോ, എന്താ താങ്കൾക്ക് ഉത്തരം പറയാനുള്ളത്? എനിക്ക് ഇത്ര പറയാനുള്ളൂ. ശരി, നിങ്ങൾ പറയുന്നു പിണറായി വിജയനാണ് ഇത്രയധികം ബാറുകളൊക്കെ അവിടെ തുടങ്ങിയത്. ഇപ്പൊ നിങ്ങളല്ലേ അധികാരത്തിൽ, UDF അല്ലേ ഇപ്പോൾ അധികാരത്തില്. ഒരൊറ്റ നിമിഷം പോരെ ഈ ബാറുകളൊക്കെ നിർത്തലാക്കാൻ? ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ബാറും ഇനി ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ സിമ്പിൾ അല്ലേ? അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താ ചെയ്യാൻ ഇത്ര മടി? ഇനി ബാറുകൾ അങ്ങനെ നിർത്താനൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ എന്തിനാണ് ഈ വീര്യം കുറഞ്ഞ ആ മദ്യം ഇവിടെ ഇറക്കുന്നത് മാത്രമല്ല, എന്തിനാണ് ഇത്ര അധികം നികുതി കുറച്ചുകൊണ്ട് അത് ഇറക്കുന്നത്? അത് ആ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ചൊറിയും അല്ലേ? ഇനി നല്ല കുടിയന്മാർക്ക് നല്ല സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ പുറകിലൊക്കെ വേറെ കളിയുണ്ട്. എങ്ങനെയെങ്കിലും നാട്ടുകാരെ കൊണ്ട് നന്നായി കുടിപ്പിച്ച് അവരെ കെടുത്തി ഉറക്കി. എന്നുവെച്ചാൽ ആണുങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആണുങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കുടിപ്പിച്ചിട്ട് ആരെ കെടുത്തി ഉറക്കാൻ വേണ്ടിയിട്ടാണ്? കെടുത്തി ഉറക്കാൻ വേണ്ടിയിട്ടല്ല, നന്നായിട്ട് ആണുങ്ങളെ കുടിപ്പിച്ച് കെടുത്തി ഉറക്കിയിട്ട് ഇവിടെ സ്ത്രീകൾക്ക് നമ്മുടെ KSRTCയിൽ ഫ്രീ യാത്രയില്ലേ, അതൊന്നും അഭിമാനത്തോട് കൂടിയിട്ട് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണിത്. അല്ലാതെ വേറെ ഒന്നുമല്ല. വേണമെങ്കിൽ കേട്ടോക്ക്.
KSRTCയുടെ നഷ്ടം നികത്താൻ കേരളത്തിൽ മദ്യം ഒഴുക്കി നികത്തുമെന്നാണ് MK മുരളീധരൻ പറയുന്നത്. മുരളീധരൻ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ KSRTCയുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിനൊക്കെ അനുമതി കൊടുത്തതെന്ന് കരുതുക. പക്ഷേ അങ്ങനെയാണെങ്കിൽ നികുതി ഇളവ് കൊടുത്ത് എന്തിനാണ് എന്ന് ചോദ്യം പറഞ്ഞില്ലേ? നികുതി ഇളവ് കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തിന് 600 കോടിയുടെ നഷ്ടമാണ് വീണ്ടും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ KSRTCയുടെ നഷ്ടം ഒരിക്കലും ഈ മദ്യ കമ്പനികൾ വരുന്നതുകൊണ്ട് നികത്താൻ പോകുന്നില്ല. അവിടെ കൂടുതൽ നഷ്ടമേ ഒരു കാരണവശാലും നികത്താൻ പോകുന്നൊന്നുമില്ല. ഇവിടെ നടക്കാൻ പോകുന്നത് ഈ അറിയാത്തവർ ചില പണിക്കേർപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം ഉണ്ടല്ലേ, ആ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അറിയാത്ത പിള്ള വല്ല പണിയും ചെയ്തു കഴിഞ്ഞാൽ അത് തൊട്ടത് മുഴുവൻ കൊളാക്കെന്ന് പറയുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ പറയും, ഡാഷ് ഇടാത്തവൻ ഡാഷ് ഇട്ടാൽ അതുകൊണ്ട് ആറാട്ട് എന്നുള്ള വർത്തമാനമൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. ഇതേപോലെ എന്ത് വേണമെങ്കിലും ഇതിനൊപ്പം എന്നൊക്കെ നമുക്ക് ചേർത്ത് വെക്കാം എന്നുള്ളതാണ്. എന്തായാലും കാര്യം മാത്രം പ്രസക്തമായിട്ട് ഇവർക്ക് ഭരിക്കാൻ അറിയില്ല. ഇനി കാര്യങ്ങളെല്ലാം എക്സൈസ് മന്ത്രിയായിട്ടുള്ള കള്ളിന്റെ മന്ത്രിയായിട്ടുള്ള ലിജു അറിഞ്ഞിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശൻ ചെയ്യുന്നൊന്നും ഇദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല. VD സതീശൻ അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനപ്രകാരം ചില കാര്യങ്ങൾ ചെയ്തതുപോലെയാണ്. പിന്തുടർന്നില്ലല്ലോ. അല്ല, എന്താണ് പ്രവീണ, നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഖേദകരമാണ്. വിൽക്കുക എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, വിൽക്കാൻ കഴിയില്ല. നിലവിൽ ഇവിടെ നികുതി വിൽക്കാൻ കഴിയില്ലെങ്കിൽ വിൽക്കാൻ കഴിയാത്തൊരു സാധനം ഇങ്ങനെ നികുതി കുറച്ചും മറ്റൊക്കെ വിൽക്കാം എന്നുള്ള സംഗതിയെല്ലാം നമ്മുടെ ധനപത്രത്തിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇവരിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഇവരെ ന്യായീകരണങ്ങളൊക്കെ ഭയങ്കര രസകരമായ ന്യായീകരണമാണ്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞ ഈ ന്യായീകരണം കേട്ട് അന്തം വിട്ടുപോയി. ഒന്ന് കേട്ടോക്കി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഉമാരൊക്കെ കുടിക്കണം, വീര്യം കൂടിയത് കുടിച്ച് അടിച്ച് പഴുത്ത് കോണ് തിരിഞ്ഞ് കരളും പോയി കൂപ്പുപാടി ചത്തുകൊടേക്കാൾ നല്ലത് ഇവർ വീര്യം കുറഞ്ഞത് കുടിച്ചോട്ടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്ത് ചെയ്യൂലേ? കോൺഗ്രസുകാർക്ക് ഈ കുടിയന്മാരായിട്ടുള്ള കേരളത്തിലെ ജനതയോടുള്ള സ്നേഹം എനിക്കത് മനസ്സിലായത് അപാര സ്നേഹമാണ്. അങ്ങനെ വീര്യം കൂടിയത് കുടിച്ചിട്ട് കരള് വാടി ചത്തുപോവരുതെന്ന് പറയുന്ന അപാര ടീംസ് കേട്ടോ. ന്യായീകരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് ലെവലാണത്. എന്തായാലും ഉമാരൊക്കെ കുടിക്കണം, വീര്യം കൂടിയത് കുടിച്ച് അടിച്ച് പഴുത്ത് കോണ് തിരിഞ്ഞ് കരളും പോയി കൂപ്പുപാടി ചത്തുകൊടേക്കാൾ നല്ലത് ഇവർ വീര്യം കുറഞ്ഞത് കുടിച്ചോട്ടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ എന്തായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. അപ്പോ കള്ള് ഇവിടെ ഒഴുക്കും, സംശയമൊന്നുമില്ല. ബാറുകളിലെല്ലാം കള്ള് നല്ല ഭംഗിയായിട്ട് ഒഴുക്കും. തൊട്ടപ്പുറത്ത് തൂഫാൻ, ഇപ്പുറത്ത് കള്ള്. അപ്പുറത്ത് തൂഫാന്റെ പേരിൽ വെറുതെ എന്തൊക്കെ നടക്കുന്നു, ഇപ്പുറത്ത് കള്ളിന്റെ പേരിൽ. എന്താ രസല്ലേ? അടിപൊളി വരണം. ബൈ.